10-70 പൈസ 80 പൈസ ടീച്ചേഴ്സിന്റെ ഫോട്ടോ എടുക്കുന്നത് എന്റെ ഭാര്യ മുഴുവൻ കോർഡിനേഷൻ. ഭയങ്കര പ്രശ്നം. സിൽവയുടെ പേര് പുറത്താ പത്രത്തില്. എനിക്ക് മേല. കഴിഞ്ഞ തവണ നിങ്ങൾ വന്നില്ല. ലൂക്ക് പറഞ്ഞു നിങ്ങൾ വന്നു. കഴിഞ്ഞ 22 വന്നില്ല സിൽവ നമ്മള്. കഴിഞ്ഞ തവണ നിങ്ങൾ വന്നോ? അതായത് നിസാമോ ലൂക്കോ ആരോ വന്നിട്ട് പറഞ്ഞു ആരും കണ്ടില്ലെന്നോ? ഞാൻ വന്ന് പാട്ടൊക്കെ പാട്ട് പോയി. ഇവിടുത്തെ സ്റ്റേജ് നമ്മുടെ കയ്യിലാണ്. ഞാൻ വന്നു കഴിയുമ്പോ ഭയങ്കര പാട്ടാണോ? അന്ന് സ്റ്റേജ് ഒക്കെ ഉണ്ടോ? അപ്പൊ എറണാകുളത്ത് നിൽക്കുകയാണോ ലൂക്ക്? ഞങ്ങളെല്ലാരും ഗേറ്റുകളുടെ മുമ്പിലുണ്ട്. നിസാമും ലൂക്കും കൂടെ സംസാരിക്കാതെ എങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തോ ഈ ഡമ്മൻ ക്ലാസ് എടുക്കുന്നുണ്ടോ? അങ്ങനെയാണ് അത് പഠിക്കാന്നല്ല. ഞായറാഴ്ച യാക്കോബേ മകനെ അപ്പൊ അവരുടെ വണ്ടി ഉണ്ടായിരുന്നു. പിള്ളേർക്ക് ഇത്രയും നേരം ഒരു ഫോട്ടോ എടുക്കണ്ടായിരുന്നു. ഇപ്പൊ തല വന്നപ്പോ കറക്റ്റ് വല്ല അധോലോക അങ്ങനെ വരുള്ളൂ. നടക്കും. ഇല്ല, വീട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുമരകം വഴി ഇങ്ങോട്ട് വന്നേ. അപ്പൊ കുമരകം വഴി എന്നിട്ട് ഇവിടെ പെട്ടെന്ന് വിളിച്ചിട്ടുണ്ടോന്ന്. പഠിച്ചോടെ പേരന്റ്സ് ഉണ്ടോ? ഇവരൊന്നും ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പേരന്റ്സ് ടൈഗേഴ്സ് ഓഫ് കഴിഞ്ഞ പരീക്ഷ ഫോട്ടോസ് എടുത്തു ആണ് നിങ്ങളുടെ ഞങ്ങളൊക്കെ പറഞ്ഞു. സതീഷ് പഠിച്ചാലേ ഈ പുല്ലിനകത്ത് നല്ല ഫീലിംഗ്. അവര് ബോഡി ഇരിക്കുമ്പോ എന്നും ഒരു കമന്റ് അടിക്കാനൊക്കെ ഇരിക്കുന്ന ഒരു മതി. ഇവനാ ഞാൻ പറഞ്ഞ മറ്റേ വലിയ നേതാവ്. നീ പത്രത്തിൽ സെബാസ്റ്റിന്റെ വൈഫ് മാതാ ഹോസ്പിറ്റലിൽ അല്ല. അപ്പൊ ഒരു ദിവസം ഞാൻ ഷാനി ഡെലിവറിക്ക് അവിടെ പോയപ്പോ ഇങ്ങനെ സെബാസ്റ്റിനെ കൊണ്ടുവിടാം. പക്ഷെ അപ്പൊ അവന്റെ നമ്പരൊന്നും പഠിക്കാൻ പറ്റില്ല. നമ്മള് ഇച്ചിരി തിരക്കിലായിരുന്നു. നമുക്ക് ഗ്രൗണ്ട് കറങ്ങി നിങ്ങൾ കറക്കോ കഴിഞ്ഞു. അതല്ല അപ്പൊ ഞങ്ങളൊക്കെ കൊണ്ടൊന്ന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് പിള്ളേരൊന്നും അത്ര പരിചയമൊന്നുമില്ല. ഇപ്പൊ നീ കണ്ടില്ലേ നിസാ വന്നിട്ട് നിസാ തന്നെ കളിയാക്കി. കണ്ടിട്ട് പോവാ. ഞാൻ പഠിച്ച ക്ലാസ് എന്റെ പിള്ളേരൊന്നും കാണിച്ചിട്ട് പോട്ടെ. ഞാൻ അങ്ങനല്ല പോയിട്ട് വരാം. നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റും. ഇതൊക്കെ ഞാൻ യൂട്യൂബിലിടും കേട്ടോ. അന്ന് മൊബൈൽ ഫോൺ ഇല്ലായിരുന്നില്ല. അപ്പൊ ഈ പുള്ളി എന്ത് ചെയ്യാം ഏതാ അന്നത്തെ കാലം.